ഗായ്സ്, ഞാൻ ഇപ്പോൾ വീട്ടിൽ പോവാണ്. അതിപ്പോൾ എത്ര മണിയായി? 5 മണി. 5:05. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം. എന്തോ നടന്നുകൊണ്ടിരിക്കുക. എന്നപ്പോൾ തന്നെ ബസ് കിട്ടി. പിന്നെ ബസ്സിൽ കയറി നേരെ വൈറ്റില പോയി ഇറങ്ങി. അവിടെ നിന്നാണ് പിന്നെ അവിടെ നേരെ കാഞ്ഞിരപ്പള്ളി ബസ് കയറി നേരെ അങ്ങ് ചെന്നു. പിന്നെ പാലം എത്തി കഴിയുമ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊന്ന് വെള്ളമൊക്കെ മേടിക്കാനൊന്ന് ഇറങ്ങിയത്. പിന്നെ ഒന്നുമില്ല, നേരെ പിന്നെ അടുത്ത ബസ് കയറി മുണ്ടക്കയം ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ഒരിച്ചിരി തണുപ്പൊക്കെ. പിന്നെ മുകളിലേക്ക് നല്ല തണുപ്പാണല്ലോ. ഞങ്ങളപ്പോൾ പോകുന്നത് മുണ്ടക്കയത്തുനിന്ന് ബസ് എടുത്തു. ഇപ്പോൾ കുറച്ച് നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അതെ, അത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കുറേ ഫൈറ്റ് ചെയ്തിട്ടാണ് അതെ ഒരു സെക്കൻഡ് ഒരു സാധനം അത് ഉണ്ടിട്ട് വെളുത്ത് പോയി കഴിച്ചു. ഞങ്ങൾ കുറച്ച് അപ്പാപ്പമൊക്കെ മേടിച്ചു. രാവിലെ ഒന്നും കഴിച്ചില്ല. 5 മണിക്ക് എണീറ്റതാണ്. 5 മണിക്ക് 4:30 എണീറ്റ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറി. അടിപൊളി സ്ഥലമായിരുന്നു. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? മല കണ്ടോ വെള്ളം എന്തോരം ഉണ്ടെന്ന്? വെള്ളം കണ്ടോ? എന്നാ വെള്ളം കാണണ്ട? കൊള്ളയാണ് കൊള്ള. നല്ല മഞ്ഞും തണുപ്പുമായിരുന്നു കുട്ടിക്കാലത്ത്. ചൂടെടുക്കുന്നു. ഇതാണ് കുട്ടിക്കാലം. കുട്ടിക്കാലം. ഞങ്ങൾ കുമളിയിലോട്ട് പോകും. പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ബസ്സിലിങ്ങനെ പോന്നു ഗൈസ്. പിന്നെ ആശ്ലേഷിയുടെ പ്രത്യേക ഒരു പാട്ട്. എങ്ങനെയുണ്ട് എൻ്റെ നാട്? ഞങ്ങൾ വയനാടുകാരാണ്. വയനാട് ഇടുക്കി പോലെയാണ് ഗൈസ്. എന്ത് പറയാനാണല്ലോ. പുഴയെല്ലാം തോണ്ടി ഞങ്ങൾ പോയാണ് ഗൈസ്. ഇവിടെ ഒടുക്കാതെ തണുപ്പാണ് ഗൈസ്. ഞങ്ങൾക്ക് വയ്യ. ഫോൺ പോവരുത്. 25,000 രൂപേനെ ഫോണ് വെള്ളത്തിലാവും ഗൈസ്. അപ്പം ഞങ്ങളെ വീടെത്തി. നടന്ന് പൊക്കോണ്ടിരിക്കുക. ബസ്സിലിരുന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. തണുപ്പൊന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ, നോർമൽ. ഇതാണ് വീട് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ആരും ഇല്ലാത്ത വീടാണ് ഗൈസ് എൻ്റെ വീട്. പക്ഷെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ. വെൽക്കം ടു മൈ ഹോം. ഞങ്ങളെ വീടിൻ്റെ കാര്യം വിട്ടുപോയി ഗൈസ്. വന്ന് പറഞ്ഞ പാത്രം എടുത്ത് തിന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു 7 മണിയൊക്കെ ആകും. പക്ഷെ ഇത് 11:30 മണിയാണ് ഗൈസ്. പക്ഷെ നല്ല ഇരുട്ട്. ഇവിടെ സൂര്യപ്രകാശം അടിച്ചിട്ട് പോലും ഇല്ല. അതെ, ഫുള്ള് ഇരുട്ട്. ഇപ്പൊ വിചാരിക്കും എന്താണ് സന്ധ്യാതാപം ചൊല്ലുന്ന നേരം. കാണിച്ചു തരാം. ചെറുക്കൻ പോകും. ഇത്ര നേരം നല്ല മൂടി നിൽക്കുമായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. മഴ പെയ്യുന്നുണ്ട്. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഇവിടെ ആശിൽ ചേച്ചി ഇരിക്കുന്നു. വിട്ടമില്ല കുറവാക്കത്തിൽ കൊണ്ട്. ഞങ്ങൾ 12 മണിക്ക് കിടന്നതാ ഗൈസ്. 12:45. ഇപ്പൊ 3 മണി കഴിഞ്ഞ് 3:30 ഇപ്പോഴാണ് എണീറ്റത്. പുറത്ത് നല്ല മഞ്ഞുണ്ട്, നല്ല മഴയുണ്ട്, നല്ല സുഖം. മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പൊ അമ്മ കഴിക്കാൻ കുറച്ച് കടിയൊക്കെ മേടിച്ചിട്ട് വന്ന്. ഇപ്പൊ നമുക്ക് ചായയൊക്കെ ഇട്ട് കടിയൊക്കെ കഴിക്കും. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി പൊങ്കാലയും പാൽപ്പായസവും തന്നു. ഞങ്ങളുടെ പൂച്ചേനെ കണ്ടൊക്കെ